ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ അതിൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണത് നമ്മളൊരു ദിവസം വീട്ടില് എത്ര ബ്രെഡ് നമ്മൾ തിന്നും. ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ബ്രെഡ് മേടിക്കുമ്പോൾ നമ്മൾ എത്ര ബ്രെഡ് നമ്മൾ തിന്നും. കൂടി വന്നാൽ ഒരു 4 നമ്മൾ തിന്നാറുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ബ്രെഡ് കൂട്ടാനെ കൂട്ടി നമ്മൾ കറിയൊക്കെ ഒഴിച്ച് ബീഫിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ പല പല രീതിയിൽ കഴിക്കുന്നവരുണ്ട്. 4 ബ്രെഡേക്ക് നമ്മൾ കൂടി വന്ന് തിന്നുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ കുറേ ബ്രെഡ് നമുക്ക് തിന്നാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കഴിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യണേ. കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ ഫ്രണ്ട്സ്, ഇതേ കണ്ട, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ബ്രെഡ്. ഈ ബ്രെഡാണ് നമ്മളിന്ന് ആവിമേ ഇഡ്ഡലി ചെമ്പം വെച്ചിട്ട് ആവി കയറ്റിക്കുക എന്നുള്ളൊരു പരിപാടിയിൽ നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാ ചെയ്യണേ നോക്കാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെക്കുന്ന പാത്രം. ഇത് കണ്ടില്ലേ, ഇവിടെ ഏകദേശം വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കുന്നത്. ഇതിലേക്ക് ഇറക്കി വെച്ചു. നമുക്ക് ഈ ഗ്യാസ് കത്തിക്കാം. കുറച്ച് താഴെ ഗ്യാസ് ഇങ്ങനെ ആവണേ. ഇപ്പോൾ ഫ്രണ്ട്സ്, ദേ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് വെക്കണമെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് നമുക്ക് വേവിക്കത് വെച്ചാൽ മതി. അതുപോലെ ഇഡ്ഡലി ചെമ്പിക്ക് വെക്കുകയാണ്. അത്യാവശ്യം നമുക്ക് ഇത്ര വരെ വെക്കാം. ഇത് മൂടാൻ രീതിയിൽ നമുക്ക് വയ്ക്കാത്. അത്യാവശ്യം 2 മിനിറ്റ് നമുക്കിത് വേവിക്കാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ വെക്കാൻ നമുക്കത് മൂടാം. ഫ്രണ്ട്സ്, ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പോൾ വെച്ചിട്ട് മൂടി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ 2 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെച്ചാൽ മതി. നിങ്ങൾ ഈ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തോളൂ. എനിക്ക് നല്ല സപ്പോർട്ട് വേണം എല്ലാവരെയും. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 19 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂട്ടഞ്ഞും അത്യാവശ്യം പേർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടണം. നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതൊന്നും ഇറങ്ങി കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഇത്ര ഉണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമുക്കിനി ഈ ബ്രെഡൊക്കെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കണ ഒരു പരിപാടി കൂടി ഉണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം. ചൂടെന്ന് പറയാനായിട്ട് അത്യാവശ്യം ചൂടുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെറുതെ ചായയുടെ കൂടെയും വെറുതെ കഴിക്കാം. പിന്നെ കറിയുടെ കൂടെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് സാധനം. നമുക്കിത് വളരെ നല്ലൊരു ഡിഷാണ്. ഇത് നമുക്ക് അത്രയ്ക്ക് വലിയ പണിയൊന്നും വേണ്ട. ഒരു ബ്രെഡ് മതി, ബ്രെഡ് മാത്രം നമുക്ക് മതി. പിന്നെ നമുക്ക് വേറൊരു സാധനം നമുക്ക് വേണ്ട. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു മെത്തേഡാണിത്. കണ്ടില്ലേ, ഇതാണിപ്പം നമ്മൾ എടുത്തേക്കണ, നമ്മൾ വേവിച്ചേക്കണ ബ്രെഡാണിത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് സാധനം വന്നേക്കുന്നത്. കണ്ടോ കണ്ട, നമ്മളിത് കണ്ട ഇതുപോലെയുണ്ട് നമ്മൾ ബ്രെഡ്. കണ്ട അതുപോലെയുണ്ട്, നല്ല സോഫ്റ്റ്. കണ്ട ഇതേപോലെ വലിയ സൂപ്പർ ബ്രെഡാണിത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത്. കണ്ടില്ലേ, നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അത്രയ്ക്ക് വലുതൊന്നല്ല, ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇപ്പം അമ്മ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. നമ്മൾ ബ്രെഡ് ആവി കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനിത് അമ്മ എനിക്ക് ചെയ്തു തരുമ്പോൾ ഞാനും ചെയ്യാറുണ്ട്. വീട്ടിലിത് ബ്രെഡൊക്കെ അച്ഛൻ മേടിച്ചുകൊണ്ടിരുമ്പോൾ ഞാനാണ് ഇത് ആവി കയറ്റിക്കാറ്. പിന്നെ അത്യാവശ്യം അടുക്കളയുടെ ജോലിക്ക് ഞാൻ ചെയ്യും. അപ്പം നോക്ക്, ഇതാണ് ഒറിജിനൽ ബ്രെഡ് നമ്മൾ മേടിച്ചേക്കണത്, കടയിൽ നിന്ന് കിട്ടിയേക്കണ ബ്രെഡ്. ഈ ബ്രെഡ് നമ്മൾ ആവി കയറ്റിച്ച് നമ്മൾ ഇതുപോലെ ആക്കിയേക്കാണ്. നല്ല സോഫ്റ്റ് ബ്രെഡ് ആക്കിയിട്ടുണ്ട്. ഈ ബ്രെഡ് കണ്ട, ഇത് കണ്ട ഭയങ്കര ഒരു കട്ടിയിലാണ് ഇരിക്കണത്. നമ്മൾ സോഫ്റ്റ് ആക്കി നല്ല സൂപ്പറായിട്ട് നമുക്ക് തിന്നാന്നൊരു സാധനമാണിത്. കണ്ടില്ലേ. അപ്പോൾ അതെ, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തോളോട്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എല്ലാവരും നമുക്ക് നല്ലോണം സപ്പോർട്ട് വേണം. നമ്മളിപ്പോൾ 4ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇറക്കിയേക്കണത്. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സറിയുടെ വീഡിയോ ആയിട്ട് വരാനാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് നമ്മളെ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരപ്പൻകെട്ടിലേക്ക് പോകും. ഉള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരിക. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.